നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, Thrissur, near bus stand, Tripprayar. മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ് മൂലം യുവാവിന് കാഴ്ചശക്തി നഷ്ടപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തം. ഉത്തരവാദികളായ ഡോക്ടർമാർക്കെതിരെ കേസെടുക്കണമെന്ന് കുടുംബം. കോൺഗ്രസ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഓഫീസ് ഉപരോധിച്ചു. കണ്ണുകൾ നഷ്ടപ്പെട്ട സനൂപിന് AI സംവിധാനത്തിലുള്ള സ്മാർട്ട് കണ്ണട നൽകുന്നതിനുള്ള സാധ്യത തേടുമെന്ന് മുൻ MLA അനിലക്കര. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാർ നടത്തുന്ന സമരം 10ാം ദിവസം തുടരുന്നു. സമരം ചെയ്യുന്ന ഡോക്ടർമാരുമായി സർക്കാർ നാളെ വീണ്ടും ചർച്ച നടത്തും. അപ്രതീക്ഷിതമായി വെള്ളം കൂടിയതിനെ തുടർന്ന് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് താഴെ വിനോദസഞ്ചാരികൾ കുടുങ്ങി. ഉത്തരേന്ത്യക്കാരായ 15ഓളം വിനോദസഞ്ചാരികളെ വനസംരക്ഷണ സമിതി പ്രവർത്തകർ രക്ഷപ്പെട്ടു. കോടാലിയിൽ ഭക്ഷണശാലയിൽ തീപിടുത്തം. പാചകവാതക സിലിണ്ടറിന് തീപിടിക്കാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് നടത്തുന്നു. വാർത്തകൾ വിശദമായി. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സാ പിഴവ് ആരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ സൂപ്രണ്ട് ഓഫീസ് ഉപരോധിച്ചു. ഉപരോധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കാൽമുട്ടുവേദനയുമായി ചികിത്സക്കെത്തിയ തൃക്കൂർ സ്വദേശി സനൂപിന്റെ 2 കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെടാനിടയാക്കിയ ഡോക്ടർമാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഉപരോധ സമരം. ആശുപത്രി വികസന സമിതി അംഗവും KPCC സെക്രട്ടറിയുമായ രാജേന്ദ്രൻ അരങ്ങത്തിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ സൂപ്രണ്ട് ഓഫീസിനു മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. സനൂപിന്റെ അമ്മയിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ ഡോക്ടർ പ്രവീണിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് രാജേന്ദ്രൻ അരങ്ങത്ത് ആവശ്യപ്പെട്ടു. തൃക്കൂരിലെ പാവപ്പെട്ട ചെറുപ്പക്കാരൻ സനൂപിനുണ്ടായ ദാരുണമായ സംഭവം, മുട്ടു ചികിത്സയ്ക്ക് വേണ്ടി ഇവിടെ വന്നപ്പോൾ 2 കണ്ണുകളും നഷ്ടപ്പെട്ടു. വേണ്ടത്ര രേഖകൾ ചോദിച്ചപ്പോൾ രേഖകൾ കൊടുക്കാതെ മടക്കി അയച്ചു. അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് ഇതിന്റെ രോഗവിവരം പോലും പറയാതെയാണ് സനൂപിനെ കൊണ്ട് രോഗിയായി കിടക്കുമ്പോൾ ഒപ്പിടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഓപ്പറേഷൻ നടത്തിയത്. അതുപോലെ തന്നെ കുറുക്കഞ്ചേരിയിലെ ജോസഫ് വയറ്റിൽ കത്രിക മറന്നുവെച്ച് 5 വർഷക്കാലം അദ്ദേഹം കത്രികയുമായി ജീവിക്കേണ്ട സ്ഥിതിയുണ്ടായി. അത് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പിഴവുകൾ, ചികിത്സാ പിഴവുകളാണ് ഇവിടുത്തെ ഡോക്ടർമാരിൽ നിന്നും നിരന്തരമായി വരുന്നത്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലും വലിയ രീതിയിൽ ചികിത്സാ പിഴവ് മൂലം കഷ്ടപ്പെടുന്ന സാഹചര്യം കാണുന്നു. അപ്പോൾ ഈ ഡോക്ടർമാരെ, ഇത്തരത്തിൽ പിഴവ് വരുത്തിയ ഡോക്ടർമാരെ സർവീസിൽ നിന്ന് പുറത്താക്കണം. അവരുടെ പേരിൽ ക്രിമിനൽ കേസ് എടുത്തുകൊണ്ട് ശിക്ഷാ നടപടിക്ക് വിധേയമാക്കണം. സർക്കാർ അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള പിഴവ് നടത്തിയ ഡോക്ടർമാർ അവരിൽ നിന്ന് ഈ പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സാ സൗകര്യത്തിനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി കോമ്പൻസേഷൻ വാങ്ങിക്കൊടുക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഞങ്ങളിവിടെ ഉന്നയിക്കുന്നത്. സമരക്കാരുമായി സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ KM രാധിക ചർച്ച നടത്തി. ഡോക്ടർക്കെതിരെ ഉടൻ നടപടിയെടുക്കാൻ കഴിയില്ലെന്നും ആരോഗ്യമന്ത്രിയെയും സർക്കാരിനെയും അറിയിക്കാമെന്നും സൂപ്രണ്ട് പറഞ്ഞെങ്കിലും സമരക്കാർ വഴങ്ങിയില്ല. പ്രവർത്തകർ ഓഫീസിനു മുന്നിൽ പ്രതിഷേധം തുടർന്നു. പിന്നീട് മെഡിക്കൽ കോളേജ് CI KO പ്രദീപിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സമരക്കാരെ അറസ്റ്റ് ചെയ്തു നീക്കി. TCV ന്യൂസ്, തൃശൂർ. മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ് മൂലം യുവാവിന് കാഴ്ചശക്തി നഷ്ടപ്പെട്ട സംഭവത്തിൽ ഉത്തരവാദികളായ ഡോക്ടർമാർക്കെതിരെ കേസെടുക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു. തൃക്കൂർ 3ാം വാർഡിലെ ഗാലക്സി റോഡിൽ താമസിക്കുന്ന മുളങ്കാട്ടുപറമ്പിൽ ചന്ദ്രന്റെയും വത്സലയുടെയും മകൻ 38 വയസ്സുള്ള സനൂപിന്റെ കാഴ്ചശേഷിയാണ് ഇല്ലാതായത്. 2023 ജൂണിൽ കാൽമുട്ടിലെ വേദന മൂലം അച്ഛനോടൊപ്പം ബൈക്ക് ഓടിച്ചാണ് മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കായി പോയത്. 1.5 മാസത്തെ ചികിത്സയ്ക്ക് ശേഷം മടങ്ങിയെത്തിയ സനൂപിന്റെ 2 കണ്ണുകളും പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ജീവിക്കാൻ ഒരു മാർഗവും ഇല്ലാതെ കടുത്ത വേദനയിലും ദാരിദ്ര്യത്തിലും മുന്നോട്ടു പോവുകയാണ് കുടുംബം. കഴിഞ്ഞ കോവിഡ് കാലത്താണ് സനൂപിന്റെ ഭാര്യ മരിച്ചത്. 7 വയസ്സുള്ള മകനും കൂലിപ്പണിക്ക് പോകുന്ന അച്ഛനും അമ്മയും അടങ്ങുന്നതാണ് കുടുംബം. പിഴവ് വന്നതിനാൽ ചികിത്സയുടെ ഒരു രേഖയും മെഡിക്കൽ കോളേജ് അധികൃതർ കൊടുത്തിട്ടില്ലെന്ന് കുടുംബം പറയുന്നു. ഉത്തരവാദികളായ മെഡിക്കൽ കോളേജ് അധികൃതർക്കെതിരെ കേസെടുക്കണമെന്നും നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ ഇടപെടണമെന്നും വീട്ടുകാർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, പുതുക്കാട്.
ചികിത്സാ പിഴവ് മൂലം കണ്ണുകൾ നഷ്ടപ്പെട്ട തൃക്കൂർ സ്വദേശിയായ യുവാവിന് AI സംവിധാനത്തിലുള്ള സ്മാർട്ട് കണ്ണട നൽകുന്നതിനായുള്ള സാധ്യത തേടുമെന്ന് മുൻ MLA അനിലക്കര. വീട്ടിലെത്തി സനൂപിനെയും കുടുംബത്തെയും സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും പരാതി നൽകിയതായും നിയമപരമായ കാര്യങ്ങൾക്ക് സഹായം നൽകുമെന്നും അനിലക്കര പറഞ്ഞു. സനൂപിന്റെ തുടർ ചികിത്സയ്ക്കും കുടുംബ സഹായത്തിനുമായി നടപടിയെടുക്കാൻ യോഗം ചേരുമെന്ന് തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അറിയിച്ചു. വൈസ് പ്രസിഡന്റ് പോൾസൺ തെക്കുംപീടിക, പഞ്ചായത്ത് അംഗങ്ങളായ പ്രഭിനൻ ചുണ്ടേലിപ്പറമ്പിൽ, സൈമൺ നമ്പാടൻ, സന്ദീപ് കണ്ണിയത്ത എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാർ നടത്തുന്ന സമരം 10ാം ദിവസവും തുടരുന്നു. അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ നിർത്തിവച്ചിട്ട് ഇന്ന് 7 ദിവസം പിന്നിട്ടു. സമരം മെഡിക്കൽ കോളേജ് ആശുപത്രികളുടെ പ്രവർത്തനം താളം തെറ്റിച്ചിരിക്കുകയാണ്. അക്കാദമിക് പ്രവർത്തനങ്ങളെയും സമരം ബാധിച്ചു. അതേസമയം സമരം ചെയ്യുന്ന ഡോക്ടർമാരുമായി സർക്കാർ വീണ്ടും ചർച്ച നടത്തും. നാളെ ആരോഗ്യവകുപ്പ് മന്ത്രിയും ധനമന്ത്രിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും KGMCTA-യുമായുള്ള ചർച്ച. ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക, മതിയായ തസ്തികകൾ സൃഷ്ടിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. അപ്രതീക്ഷിതമായി വെള്ളം കൂടിയതിനെ തുടർന്ന് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് താഴെ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ വനസംരക്ഷണ സമിതി പ്രവർത്തകർ രക്ഷപ്പെടുത്തി. ഉത്തരേന്ത്യക്കാരായ 15ഓളം വിനോദസഞ്ചാരികളാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. പുഴയിൽ അപ്രതീക്ഷിതമായി 1.5 അടിയോളം വെള്ളം ഉയരുകയായിരുന്നു. പതിവിൽ കൂടുതൽ വെള്ളം വന്നതും പരിചിതമല്ലാത്ത പുഴയുമായതാണ് ഇവർക്ക് വിനയായത്. 5 സ്ത്രീകളും സംഘത്തിലുണ്ടായിരുന്നു. വെള്ളം ഉയർന്നതോടെ സംഘം നിലവിളിച്ച് ബഹളം വെച്ചു. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് താഴെ 1 കിലോമീറ്റർ ദൂരത്തായിരുന്നു സംഭവം. വിവരമറിഞ്ഞ് വനസംരക്ഷണ സമിതി പ്രവർത്തകർ കുതിച്ചെത്തി എല്ലാവരെയും സുരക്ഷിതരായി കരക്ക് കയറ്റി. 2 മാസം മുൻപ് വെറ്റിലപ്പാറ ഭാഗത്ത് കുളിക്കാനിറങ്ങിയ വിനോദസഞ്ചാരികൾ ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടിരുന്നു. കോടാലിയിൽ ഭക്ഷണശാല ഭാഗികമായി കത്തിനശിച്ചു. 2 ദിവസം മുൻപ് കോടാലി ITU ബാങ്കിന് സമീപം പ്രവർത്തനം ആരംഭിച്ച അമ്മൂസ് കിച്ചൺ എന്ന സ്ഥാപനമാണ് ഇന്ന് പുലർച്ചെ ഭാഗികമായി കത്തിയത്. പുറകുവശത്തുള്ള ഓലമേഞ്ഞ ഭാഗത്താണ് കത്തിയത്. പാചകവാതക സിലിണ്ടറിന് തീപിടിക്കാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. സമീപവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് വെള്ളിക്കുളങ്ങര പോലീസും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി തീയണച്ചു. ഓലമേഞ്ഞ ഭാഗം പൂർണ്ണമായും കത്തിനശിച്ചു. ട്രസ്സിനും നാശം സംഭവിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ദുരൂഹതയുള്ളതായും തീവച്ചതാണെന്നും സംശയിക്കുന്നതായും നടത്തിപ്പുകാർ പറഞ്ഞു. ഉത്രാളിക്കാവ് പൂരം സമാപിച്ചു. ദേശങ്ങളുടെ കൂട്ടിയെഴുന്നള്ളിപ്പിന് ശേഷം ഏങ്കങ്ങാട് ദേശത്തിന്റെ ഈട് വെടിക്കെട്ട് നടന്നു. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ പൂരത്തിലെ പ്രധാന ആചാരമായ പുങ്ങിലിടി ക്ഷേത്ര കോമരം പള്ളിയത്ത് മാധവൻ നായരുടെ നേതൃത്വത്തിൽ നടന്നു. തുടർന്ന് ദേശങ്ങൾ ഉപചാരം ചൊല്ലി പിരിഞ്ഞതോടെ പൂരത്തിന് സമാപനമായി. പുലർച്ചെ നടക്കാനിരുന്ന വെടിക്കെട്ട് കനത്ത മഴയെ തുടർന്ന് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി. യോഗം ചേർന്ന ശേഷം തീയതി തീരുമാനിക്കുമെന്ന് കുമരനെല്ലൂർ ദേശം ഭാരവാഹികൾ അറിയിച്ചു. നെല്ലുവായി സെന്ററിന് സമീപം ഉന്തുവണ്ടിയിൽ ലോറി ഇടിച്ച് തമിഴ്നാട് സ്വദേശിക്ക് പരിക്കേറ്റു. പ്രദേശത്ത് ആക്രി സാധനങ്ങൾ ശേഖരിക്കുന്ന 60 വയസ്സുള്ള സമ്പത്തിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റ സമ്പത്തിനെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം പാലാട്ടുമുറി സെന്ററിൽ യുവാവിനെ കത്തികൊണ്ട് വെട്ടി പരിക്കേൽപ്പിക്കുകയും വധിക്കാൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ പ്രതിയെ കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തു. പാലാട്ടുമുറി പള്ളിക്കര ഹൌസിൽ ഷിജുവിനെയാണ് പോലീസ് പിടികൂടിയത്. ഞായറാഴ്ച രാത്രിയാണ് മുൻ വൈരാഗ്യത്തെ തുടർന്ന് ഷിജു കാട്ടകാമ്പാൽ സ്വദേശി വാഴപ്പുള്ളി വീട്ടിൽ സുധീഷിനെ ആക്രമിച്ചത്. വിദേശത്തേക്ക് വിസ വാഗ്ദാനം ചെയ്ത കാണിപ്പയ്യൂർ സ്വദേശിയിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്ത പരാതിയിൽ തിരുവനന്തപുരം സ്വദേശിക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. തിരുവനന്തപുരം പഴിയൂർ സ്വദേശിയായ റെജിക്കെതിരെയാണ് കേസെടുത്തത്. കാണിപ്പയ്യൂർ സ്വദേശി അഭിജിത്താണ് തട്ടിപ്പിനിരയായത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പുരോഗമിക്കവെ മാർച്ച് 5-ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളം സന്ദർശിക്കും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ, കമ്മീഷണർമാരായ ഡോക്ടർ സുഖ്വിന്ദർ സിംഗ് സധു,
സുഖ്വിന്ദർ സിംഗ് സന്ധു, ഡോക്ടർ വിവേക് ജോഷി എന്നിവരാണ് സംസ്ഥാനത്തെത്തുക. മാർച്ച് 12-ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നതാണ് സൂചന. കേരളത്തിൽ ഏപ്രിൽ പകുതിയോടെയാകും നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഒറ്റഘട്ടമായിട്ടായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക എന്നാണ് സൂചന. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 6-നായിരുന്നു. ഒറ്റഘട്ടമായി നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ മെയ് 2-നും നടന്നു. മോഹൻലാൽ മുഖ്യമന്ത്രി അഭിമുഖം നാളെ വിവിധ ചാനലുകളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും പുറത്തുവരാനിരിക്കെ സൈബർ പോര് രൂക്ഷം. PR അഭിമുഖമെന്ന് കോൺഗ്രസ് ഗ്രൂപ്പുകൾ ആരോപിക്കുമ്പോൾ ഉമ്മൻചാണ്ടി മോഹൻലാൽ അഭിമുഖം ചൂണ്ടിക്കാട്ടിയാണ് ഇടത് കേന്ദ്രങ്ങളുടെ മറുപടി. എന്റെ ഒരു സുഹൃത്ത് രഹസ്യമായിട്ട് പറഞ്ഞു, മുഖ്യമന്ത്രിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമ രജനീകാന്തിന്റെയാണ്. അതും ആക്ഷൻ സിനിമ. ആക്ഷൻ പടം പൊതുവിൽ ഞാൻ ആക്ഷൻ പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പ്രശസ്ത സംവിധായകൻ TK രാജീവ് കുമാറിന്റെ നേതൃത്വത്തിലാണ് അഭിമുഖം ചിത്രീകരിച്ചത്. ഇരുവർ എന്ന പേരിലുള്ള അഭിമുഖത്തിന്റെ ടീസർ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരുന്നു. മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ജീവിതവും വ്യക്തിപരമായ വിശേഷങ്ങളും ഉൾക്കൊള്ളുന്നതാണ് അഭിമുഖമെന്നാണ് ടീസറിൽ നിന്നുള്ള സൂചന. പുറത്തുവന്ന ടീസറിൽ മോഹൻലാൽ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഇതിനകം ചർച്ചയായി കഴിഞ്ഞു. എന്റെ ഏതെങ്കിലും സിനിമാ ഡയലോഗ് ഓർമ്മയുണ്ടോ? മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? തുടങ്ങിയ കൗതുകരമായ ചോദ്യങ്ങൾ ലാൽ ഉയർത്തുന്നുണ്ട്. സാർ, ഞാൻ അഭിനയിച്ച ഏതെങ്കിലും സിനിമയിലെ ഒരു ഡയലോഗ് സാറിന് ഓർമ്മയുണ്ടോ? എന്നോട് പറയാം. അത് എന്തെല്ലാം ദിനേശനും ദാസനും ഒക്കെ ജീവിതത്തിൽ എന്തെങ്കിലും പശ്ചാത്താപം തോന്നിയ കാര്യമുണ്ടോ എന്ന ഗൗരവകരമായ ചോദ്യത്തിനും മുഖ്യമന്ത്രി മറുപടി നൽകുന്നു. മറുപടികളിലെ ആകാംക്ഷ നിലനിർത്തിയാണ് ടീസർ അവസാനിക്കുന്നത്. ടീസറിന് പിന്നാലെ ഉയർന്ന വിമർശനങ്ങൾക്ക് മറുപടിയായി 2011-ൽ ഉമ്മൻചാണ്ടിയുമായി മോഹൻലാൽ നടത്തിയ അഭിമുഖവും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ്. 2011-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടിയുമായി മോഹൻലാൽ അഭിമുഖം നടത്തിയത്. വികസനം, വിവാദങ്ങൾ, കുടുംബജീവിതം എന്നിവയെല്ലാം ആ അഭിമുഖത്തിലും ചർച്ചയായിരുന്നു. എന്റെ കേരളം, അങ്ങയുടെ കേരളം, നമ്മുടെ കേരളം. ന്യൂസ് ഡെസ്ക് TCP. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ ദർശന നിയന്ത്രണമുണ്ടാകും. വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ പുലർച്ചെ 4 മുതൽ പകൽ 11:30 വരെയാകും നിയന്ത്രണം. ശനിയാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം നാലമ്പലത്തിൽ പ്രവേശനമുണ്ടാവില്ല. ഈ വർഷത്തെ ഉത്സവം ഈ മാസം 28-ന് കൊടിയേറി മാർച്ച് 9-ന് ആറാട്ടോടെ സമാപിക്കും. മാർച്ച് 3-ന് ചന്ദ്രഗ്രഹണമായതിനാൽ വൈകിട്ട് 6 മണിക്ക് ക്ഷേത്ര നട അടയ്ക്കുന്നതും 7:15-ന് നട തുറന്ന് ചടങ്ങുകൾ ക്രമപ്രകാരം നടത്തുന്നതുമാണ്. അന്നേ ദിവസം അത്താഴപൂജ, നിവേദ്യങ്ങളായ അപ്പം, അട, അവൽ എന്നീ വഴിപാടുകൾ ഷീട്ടാക്കുന്നതല്ല. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. ചിറ്റാറ്റുകരയിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി തൂണിലിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. കാർ യാത്രികരായ പാവറട്ടി കാക്കശ്ശേരി സ്വദേശി നാലകത്ത് മുഹമ്മദ് ഹർഷിൻ, പണിക്ക് വീട്ടിൽ റൌഫ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പുലർച്ചെ 1:30-യോടെയായിരുന്നു അപകടം. പരിക്കേറ്റവരെ ആക്സ് പ്രവർത്തകർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തൃശൂർ കോർപ്പറേഷൻ വെസ്റ്റ് ബ്ലോക്ക് 34-ാം വാർഷിക സമ്മേളനം മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. അയ്യന്തോൾ കോസ്റ്റ് ഫുഡ് ഹാളിൽ നടന്ന സമ്മേളനത്തിൽ KSSPU കോർപ്പറേഷൻ വെസ്റ്റ് ബ്ലോക്ക് പ്രസിഡന്റ് CB കുഞ്ഞുമുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം VK ഹാരിഫാബി, വൈസ് പ്രസിഡന്റ് KP സെലീന, ജോയിന്റ് സെക്രട്ടറി AP രാജൻ, ജില്ലാ ട്രഷറർ ജോസ് കോട്ടപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയപാതയിലെ ചാലക്കുടി പുഴമ്പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുന്നതിൽ അവ്യക്തത. ഈ മാസം ആദ്യ ആഴ്ചയിൽ തുടങ്ങുമെന്നായിരുന്നു അറിയിപ്പെങ്കിലും പിന്നീട് തീരുമാനം മാറ്റി. അറ്റകുറ്റപ്പണികൾക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടെന്നും ദേശീയപാത അതോറിറ്റിയുടെ അന്തിമ അനുമതി ലഭിച്ചാൽ പ്രവൃത്തികൾ തുടങ്ങുമെന്നും കരാർ കമ്പനിയായ GIPL ഉദ്യോഗസ്ഥർ പറയുന്നു. പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചാൽ ഗതാഗത നിയന്ത്രണത്തിനായി പോലീസ് അധികാരികൾക്കും തീയതി സംബന്ധിച്ച് ഇതുവരെയും അറിയിപ്പുണ്ടായിട്ടില്ല. മാർച്ച് മാസത്തിൽ വേനൽ മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ട്. ഇതിനിടെ അറ്റകുറ്റപ്പണികൾ തുടങ്ങിയാൽ ഗതാഗത പ്രശ്നം രൂക്ഷമാകും.
എറണാകുളം തൃശൂർ ദിശയിലെ അരനൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ആദ്യ പാലത്തിലാണ് ബലക്ഷയം കണ്ടെത്തിയത്. 32 ബെയറിംഗുകൾ മാറ്റി സ്ഥാപിക്കുന്ന അറ്റകുറ്റപ്പണികൾക്ക് 1 മാസം മതിയെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. 1998 കാലഘട്ടത്തിൽ ഇതേ പാലത്തിന്റെ ബെയറിംഗുകൾ മാറ്റി സ്ഥാപിച്ചിരുന്നു. മാസങ്ങൾ നീണ്ട നിർമ്മാണ പ്രവൃത്തികളിൽ മധ്യകേരളമാകെ സ്തംഭിച്ച ഗതാഗതക്കുരുക്കാണ് അക്കാലത്തുണ്ടായത്. TCV ന്യൂസ്, ചാലക്കുടി. തൃശൂർ പാറമേക്കാവ് ക്ഷേത്രോത്സവത്തിന് തുടക്കമായി. ചൊവ്വാഴ്ച ദീപാരാധനയ്ക്ക് ശേഷം നടന്ന ചടങ്ങിൽ ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് പെരുവന്നൻ ശങ്കരനാരായണന്മാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളം അരങ്ങേറി. 2ാം ദിനമായ ഇന്ന് രാവിലെ പഴുവിൽ രഘുമാരാരുടെ ചെമ്പടമേളം നടന്നു. വൈകിട്ട് കൊടകര ഉണ്ണി നയിക്കുന്ന കാഴ്ചശീവേലിയും രാത്രിയിൽ ഡബിൾ കേളിയും അരങ്ങേറും. പെരുവല്ലൂരിൽ ഒറ്റയാൾ സമരവുമായി ഓട്ടോറിക്ഷ ഡ്രൈവർ രംഗത്ത്. പെരുവല്ലൂർ സ്വദേശി വെണ്ണേങ്ങോട്ട് സനീഷാണ് പ്രതിഷേധ സമരം നടത്തിയത്. റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നും വീടുകളിലേക്ക് കുടിവെള്ള വിതരണം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. എന്റെ വണ്ടി ഞാൻ ഒരു ദിവസം ഓടുന്ന കാശിന്റെ ഒരു പകുതിയോളം എന്റെ വണ്ടിക്ക് ചെലവാക്കാൻ മാത്രമേ നേരം കിട്ടുന്നുള്ളൂ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാനൊരു ഒറ്റയാൾ പ്രതിഷേധം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്നും വണ്ടിക്ക് കംപ്ലൈന്റുകളും കാര്യങ്ങളും മാത്രമേ. അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നം. കുടിവെള്ളം ഞങ്ങളുടെ ഏരിയയിൽ തീരില്ല. 1 വർഷത്തോളമായി ഇതിരിക്കുന്നു. 1 വർഷത്തോളമായിട്ട് ഇത് കൂട്ടിക്കെടുക്കണം. ഇതതിന്റെ മോട്ടർ കിണറാണ് ഈ കാണുന്നത്. അപ്പോ ഞങ്ങക്ക് വെള്ളം എത്രയും പെട്ടെന്ന് അധികൃതര് റെഡിയാക്കി തരണം. അതൊരു സൂചനാ സമരമാണ്. ഇതിനും ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് പറയാം, ഇത് രാഷ്ട്രീയ പാർട്ടിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സമരമല്ല. ഇത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങള് തീരുമാനിച്ചിട്ട് ചെയ്യുന്ന ഒരൊറ്റ സമരമാണ്. നാഷണൽ സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ശനിയാഴ്ച രാവിലെ 10-ന് അയ്യന്തോൾ കോസ്റ്റ്ഫോർഡ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. NSTA സംസ്ഥാന പ്രസിഡന്റ് വിനോദ് മേച്ചേരി, ജനറൽ സെക്രട്ടറി PA മുഹമ്മദ് അഷ്റഫ്, സെക്രട്ടറി രൂപേഷ് മഠത്തിൽ, മുൻ സംസ്ഥാന പ്രസിഡന്റ് KK ശ്രീഷു, മീഡിയ സെൽ ചെയർമാൻ സായൂജ് ശ്രീമംഗലം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള ചെറുതുരുത്തി ഷൊർണൂർ തടയണയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. പുരുഷന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കുളിക്കാനും മീൻ പിടിക്കാനും എത്തിയ യുവാക്കളാണ് മൃതദേഹം കണ്ടത്. തുടർന്ന് ചെറുതുരുത്തി പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. കുന്നംകുളം പയ്യൂരിൽ റോഡരികിൽ സ്ഥാപിച്ചിരുന്ന ഫ്ലക്സ് ബോർഡ് കീറിയെന്നാരോപിച്ച് വീട്ടിൽ അതിക്രമിച്ച് കയറി വയോധികയെയും കൊച്ചുമക്കളെയും ക്രൂരമായി ആക്രമിച്ച സംഘത്തിനെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. അമൽജിത്ത്, നീരജ്, ശ്യാം, രഞ്ജീഷ്, അക്ഷയ്, അശ്വിൻ ബാബു എന്നിവർക്കും കണ്ടാൽ അറിയാവുന്ന മറ്റ് 5 പേർക്കുമെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ചൂണ്ടൽ, പെലക്കാട്ടു പയ്യൂർ സ്വദേശിനി ലീല, കൊച്ചുമക്കളായ വിഷ്ണുദത്ത്, വിശ്വജിത്ത് എന്നിവരെയാണ് ഇന്നലെ വൈകിട്ട് പ്രതികൾ വീട് കയറി ആക്രമിച്ചത്. ലീല നിലവിൽ മുളങ്ങുന്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സകുടുംബം സൈക്കിളിൽ ഒരു സ്വപ്ന സഞ്ചാരം. അച്ഛനും അമ്മയ്ക്കുമൊപ്പം കുഞ്ഞുമക്കൾ കൂടി ചേർന്നതോടെ ഇവരുടെ സൈക്കിൾ സവാരി ഇപ്പോൾ വേറെ ലെവലാണ്. സോളോ ട്രിപ്പിൽ തുടങ്ങി ഫാമിലി സവാരിയിൽ എത്തി നിൽക്കുകയാണ് പെരിന്തൽമണ്ണ സ്വദേശിയായ ആഷിഖിന്റെ സൈക്കിൾ യാത്ര. 5 വർഷമായി ദീർഘദൂര സൈക്ലിംഗ് നടത്താറുള്ള ആഷിഖിന്റെ സഞ്ചാരപാതയിലേക്ക് 1 വർഷം മുൻപാണ് ഭാര്യ വർദാൻ നിഷാന ചവിട്ടിക്കയറിയത്. ഏകദേശം 2 മാസം ആവാനായി ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട്. യാത്ര സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സൈക്ലിങ്ങിനോടുള്ള താല്പര്യം. അതേപോലെ നമ്മൾ സൈക്ലിംഗ് ആകുമ്പോൾ ഒന്നും കൂടി നമുക്ക് ആളുകളെ അറിഞ്ഞ് നാടൊക്കെ അറിഞ്ഞ് ഒന്നും കൂടി എക്സ്പീരിയൻസ് ചെയ്ത് പോകാൻ സൈക്കിളാണ് ഒന്നും കൂടി. അതുകൊണ്ടാണ് സൈക്കിൾ എന്നുള്ള ഒരു ഓപ്ഷൻക്ക് വന്നത്. ഓരോ ജില്ലകളിൽ നിന്നും നല്ല സപ്പോർട്ടാണ് കിട്ടുന്നത്. ഇങ്ങനെ മുന്നേറിയ യാത്രയിലാണിപ്പോൾ മക്കളായ 10 വയസ്സുകാരൻ കാഹിൽ അർഷദും 3 വയസ്സുകാരൻ ആര്യൻ അർഷദും സീറ്റ് പിടിച്ചത്. ആൾക്കാർക്ക് സംസാരിക്കാൻ ഒന്നുകൂടി മെച്ചപ്പെട്ടു. കൃഷി രീതികളൊക്കെ പഠിച്ചു. 3 സൈക്കിളുകളിലാണ് കുടുംബത്തിന്റെ യാത്ര. കാഹിലിന്റെ സൈക്കിൾ ആഷിഖിന്റെ സൈക്കിളിന്റെ പിന്നിൽ ഘടിപ്പിച്ചും ആര്യനെ വർദ്ധയുടെ സൈക്കിളിന്റെ പിന്നിലെ കുട്ടി സീറ്റിൽ ഇരുത്തിയും സുരക്ഷ ഉറപ്പുവരുത്തിയാണ് സവാരി. കേരളം മുഴുവൻ ചുറ്റിക്കാണുകയാണ് സഞ്ചാര ഉദ്ദേശം. മൊബൈൽ റീൽസുകളിൽ ഭ്രമിക്കാതെ കുട്ടികൾ സ്വന്തം നാടും നാട്ടുകാരെയും പ്രകൃതിയെയും നേരിൽ കണ്ടും അനുഭവിച്ചും അറിയണമെന്ന ചിന്തയാണ് മക്കളെ കൊണ്ടുള്ള യാത്രയ്ക്ക് പ്രേരണയായത്. നമ്മൾ കുട്ടി എന്തായാലും യാത്ര ചെയ്യല്ലേ, നമ്മൾ കാണുന്ന ലോകം ഒന്നും കൂടി കാണട്ടെ എന്നുള്ളതാണ്. അവർക്ക് അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു പ്രായത്തിൽ. സ്ക്രീൻ ടൈം കുറക്കുക, പുറത്തുള്ള കാര്യങ്ങളും എക്സ്പീരിയൻസും ഒക്കെ ഒന്ന് അവരായിട്ട് തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം അവർക്ക് സമയം കൊടുക്കുക. ദിവസവും രാവിലെ ആരംഭിക്കുന്ന യാത്ര
ചാവക്കാട് മണത്തല ശ്രീ വിശ്വനാഥ ക്ഷേത്രത്തിൽ പൂരമഹോത്സവം ആഘോഷിച്ചു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി CK നാരായണൻകുട്ടി, മേൽശാന്തി MK ശിവാനന്ദൻ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര ഭാരവാഹികളായ പ്രസിഡന്റ് K പ്രധാൻ, KR രമേശ്, AA ജയകുമാർ, NG പ്രവീൺകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. BJP ഭരിക്കുന്ന തിരുവില്ലാമല പഞ്ചായത്തിന്റെ രേഖകളിൽ പട്ടികജാതിക്കാരുടെ താമസ സ്ഥലം കോളനി എന്ന് രേഖപ്പെടുത്തിയതായി ആരോപണം. ഉന്നതിയെന്നോ നഗറെന്നോ പരാമർശിക്കണം എന്ന സർക്കാർ ഉത്തരവിന് വിരുദ്ധമായാണ് പഞ്ചായത്തിന്റെ സമീപനമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ദിലീപ് ആരോപിച്ചു. വിങ്സ് ഓഫ് വേവ്സ് പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിക്കുന്ന ധ്യാൻ തർപ്പൺ രചിച്ച സാക്ഷിപദം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ശനിയാഴ്ച വൈകിട്ട് 4-ന് പറവട്ടാനിയിലെ അഞ്ജനം നാലുകെട്ടിൽ നടക്കും. തുടർന്ന് സംഗീത സായാഹ്നം പരിപാടിയും അരങ്ങേറും. VG തമ്പി, ധീരജ്, ശ്രീജാരാമൻ, ധ്യാൻ തർപ്പൺ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൈപ്പറമ്പ് പഞ്ചായത്തിന്റെ 21ാമത് ഫുട്ബോൾ മേള വെള്ളിയാഴ്ച മുതൽ മാർച്ച് 15 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പഞ്ചായത്ത് ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ വെള്ളിയാഴ്ച രാത്രി 8-ന് സേവ്യർ ചിറ്റലപ്പള്ളി MLA ഉദ്ഘാടനം നിർവഹിക്കും. മുൻ ഇന്റർനാഷണൽ ഫുട്ബോൾ താരം CV പാപ്പച്ചൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് KM ലെനിൻ, സംഘാടക സമിതി ജനറൽ കൺവീനർ ജോൺസൺ ജോർജ്, ട്രഷറർ ഡേവിഡ് ആന്റോ, കോർഡിനേറ്റർ KP രാജൻ, ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ MK നിജോൺ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പാടൂർ അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. എക്സൈസ് ഇൻസ്പെക്ടർ വിമൽ, പോലീസ് ഓഫീസർ പ്രസാദ്, നിർഭയ വളണ്ടിയർ ഇന്ദിരാദാസ് എന്നിവർ നേതൃത്വം നൽകി. പ്രിൻസിപ്പാൾ ഇൻചാർജ് OH ഹബി, ഹെഡ്മിസ്ട്രസ് VC ബോസ്, സ്റ്റാഫ് സെക്രട്ടറി PM മുഹസിൻ, അധ്യാപകരായ OF ജോസ്, ജിമ്മി ബേബി എന്നിവർ സംസാരിച്ചു. നമ്മുടെ സ്വസ്ഥവും മേഖലയ്ക്കും അത്തരത്തിലുള്ള ഒരു കൃത്യമായിട്ടുള്ള നടത്തിപ്പിന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളാണ് നിയമം. കഥകളി രചനയിൽ വ്യത്യസ്തത പുലർത്തുന്ന പ്രൊഫസർ RP മേനോന്റെ പുതിയ കഥകളി ഗുരുദേവ ചരിതം ആട്ടക്കഥ അരങ്ങിലെത്തി. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചതുരത്തിലാണ് അരങ്ങേറ്റം നടന്നത്. ഗുരുദേവന്റെ ജനനം മുതൽ സന്യാസ സ്വീകരണം, അരുവിപ്പുറം പ്രതിഷ്ഠ തുടങ്ങി ജീവിതത്തിലെ പ്രധാന ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്ന കഥ പ്രേക്ഷകരെ ആകർഷിക്കും വിധത്തിലാണ് ഒരുക്കിയിട്ടുള്ളത്. പ്രൊഫസർ RP മേനോന്റെ രചനയ്ക്ക് ഇരിങ്ങാലക്കുട T വേണുഗോപാൽ സംവിധാനം നിർവഹിച്ചു. കലാനിലയം മനോജ്, കലാനിലയം സുന്ദരൻ, പ്രദീപ് രാജ പാറക്കടവ്, കലാമണ്ഡലം ആദിത്യൻ, കലാമണ്ഡലം ഗോകുൽ, കലാനിലയം സൂരജ് എന്നിവരാണ് വേഷമിട്ടിട്ടുള്ളത്. രംഗഭൂഷ ഇരിങ്ങാലക്കുടയാണ് ചമയമൊരുക്കിയത്. സാധാരണ കഥാപാത്രങ്ങൾ അരങ്ങിലെത്തുന്ന ഇക്കഥയിൽ പതിവ് കഥകളി വേഷങ്ങൾ ഇല്ല എന്നതും സവിശേഷതയാണ്. EMSനെ കഥാപാത്രമാക്കിയുള്ള കഥകളി അരങ്ങിലെത്തിച്ചിട്ടുള്ള പ്രൊഫസർ RP മേനോൻ ബൈബിൾ കഥ അടിസ്ഥാനമാക്കിയുള്ള ആട്ടക്കഥയുടെ ഒരുക്കത്തിലാണ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ഗണിതശാസ്ത്രത്തിൽ തനതായ ആശയങ്ങളും നവീന സൂത്രവാക്യങ്ങളും ആവിഷ്കരിച്ച പ്രശസ്ത എഞ്ചിനീയർ വൈക്കത്ത് കുന്നേമഠത്തിൽ പരമേശ്വര അയ്യർ സ്മാരക ഗണിതശാസ്ത്ര പുരസ്കാരത്തിന് പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ V ബാലകൃഷ്ണ പണിക്കർ അർഹനായി. നാളെ കുട്ടനല്ലൂർ ഗവൺമെന്റ് കോളേജിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. കേരള മാത്തമാറ്റിക്കൽ അസോസിയേഷനും മാധവ ഗണിത കേന്ദ്രവും ചേർന്നാണ് പുരസ്കാരം നൽകുന്നത്. കുട്ടനല്ലൂർ ഗവൺമെന്റ് കോളേജ് ഗണിതശാസ്ത്ര വിഭാഗം സംഘടിപ്പിക്കുന്ന ചടങ്ങ് KFRI ഡയറക്ടർ ഡോക്ടർ PS കണ്ണൻ വാര്യർ ഉദ്ഘാടനം ചെയ്യും. ദേശീയ ശാസ്ത്ര ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന ചടങ്ങിൽ ഭാരതപ്പുഴയുടെ ഒഴുക്കിനെപ്പറ്റി പഠനം നടത്തിയ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യും. എറവ് സെന്റ് തെരേസസ് അക്കാദമി വാട്ടർ ബെൽ പദ്ധതിക്ക് തുടക്കം. ഓരോ മണിക്കൂറിലും പ്രത്യേകമായി വാട്ടർ ബെല്ലടിക്കും. വെള്ളം കുടിക്കുന്ന സമയം ഓർമ്മപ്പെടുത്തുന്നതിനായി അധ്യാപകർ വിസിൽ മുഴക്കും. ചൂട് കൂടിയ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ ആരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കുന്നതിനാണ് പദ്ധതി ആരംഭിക്കുന്നതെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ നീതു ചാക്കോച്ചൻ അറിയിച്ചു.
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർസോൺ പുരുഷ വനിതാ വിഭാഗം കരാട്ടെ ചാമ്പ്യൻഷിപ്പിന് തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ തുടക്കമായി. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിന്റെ ആഭിമുഖ്യത്തിലാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത്. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് C. സുമേഷ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PS. വിജോയ് അധ്യക്ഷത വഹിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഡോക്ടർ KP. മനോജ്, ശ്രീകൃഷ്ണ കോളേജ് കായിക വിഭാഗം മേധാവി ക്യാപ്റ്റൻ രാജേഷ് മാധവൻ, ടൂർണമെന്റ് ടെക്നിക്കൽ ഡയറക്ടർ ഇബ്രാഹിം ചാലിയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള 400-ൽ പരം കോളേജുകളിൽ നിന്നായി 500-ലേറെ വിദ്യാർത്ഥികളാണ് ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരയ്ക്കുന്നത്. വെള്ളാഞ്ചിറ ആണിക്കുളങ്ങര മഖം തൊഴൽ മഹോത്സവത്തിന് കൊടിയേറി. കൊടിയേറ്റ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ഡോക്ടർ കാരുമത്ര വിജയൻ, മേൽശാന്തി രാജേഷ് എന്നിവർ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് മെഗാ തിരുവാതിര അരങ്ങേറി. മാർച്ച് 2-നാണ് ഉത്സവം. ഏങ്ങണ്ടിയൂർ പൊക്കുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവം വർണ്ണാഭമായി. വൈകിട്ട് നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ ജിതിൻ കല്ലാട്ടിന്റെ പ്രമാണത്തിൽ നടന്ന പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെ തിരുവാണിക്കാവ് രാജഗോപാലൻ ദേവിയുടെ തിടമ്പേറ്റി. ക്ഷേത്രം തന്ത്രി പഴങ്ങാപ്പറമ്പ് ദിവാകരൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രസിഡന്റ് K. രാജഗോപാൽ, സെക്രട്ടറി PR. പ്രഭാനന്ദൻ തുടങ്ങിയവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ലയൺസ് ക്ലബിന്റെ സൈറ്റ് ഫോർ കിഡ്സ് പദ്ധതിയുടെ ഭാഗമായി പേരാമ്പ്ര ഡ്രീം സിറ്റി ലയൺസ് ക്ലബ് ആളൂർ SNUP സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സൌജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. ജില്ലാ കോർഡിനേറ്റർ ബിജു പുറത്തൂർ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് ജോയ്സൺ കിരിയത്ത് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ E. K. മാധവൻ, പ്രധാന അധ്യാപകൻ റോണി K. മാവേലി, ലയൺസ് റീജിയണൽ ചെയർമാൻ സെബി വട്ടോലി, ലയൺസ് ക്ലബ് സെക്രട്ടറി ജോണി മഞ്ഞാങ്ങ, മീഡിയ കോർഡിനേറ്റർ KO. വർഗീസ് എന്നിവർ സംസാരിച്ചു. എലീമയുടെ ജീരകക്കഞ്ഞിക്ക് 4.5 പതിറ്റാണ്ടിന്റെ രുചിപ്പെരുമ. നോമ്പിന്റെ പുണ്യത്തിന് സ്നേഹത്തിന്റെ രുചി പകർന്ന് ഈ റംസാൻ കാലത്തും എലീമ ജീരകക്കഞ്ഞി തയ്യാറാക്കുന്നു. കൊടുങ്ങല്ലൂരിലെ എറിയാട് ഇസ്ലാമിക് സ്റ്റഡി സെന്ററിന് കീഴിലുള്ള മാർക്കറ്റ് ജുമാ മസ്ജിദിൽ റംസാൻ നോമ്പുകാലത്ത് ജീരകക്കഞ്ഞി ഒരുക്കുന്നത് നാട്ടുകാർ എലീമ എന്ന് വിളിക്കുന്ന ബീവാത്തുവാണ്. കഴിഞ്ഞ 45 വർഷത്തിലധികമായി ഇവിടത്തെ ജീരകക്കഞ്ഞിക്ക് ബീവാത്തുവിന്റെ കൈപുണ്യത്തിന്റെ നിറവാണ്. പരേതനായ തിരുവിതാംകോട്ട് മൊയ്തുവിന്റെ ഭാര്യയാണ് 73 വയസ്സുകാരിയായ ബീവാത്തു. എലീമ പാകപ്പെടുത്തിയെടുക്കുന്ന ജീരകക്കഞ്ഞിക്ക് രുചി പകരുന്നത് സാധാരണ ചേരുവകൾ മാത്രമല്ല, സ്നേഹവും പ്രാർത്ഥനയും കൂടിയാണെന്ന് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു. എല്ലാ നോമ്പുകാലങ്ങളിലും ബീവാത്തു മുടങ്ങാതെ ജീരകക്കഞ്ഞി പാകം ചെയ്യുന്നുണ്ട്. 1 കിലോ അരിയിട്ട് പാകപ്പെടുത്തി തുടങ്ങിയ ജീരകക്കഞ്ഞി ഇപ്പോൾ ഏകദേശം 100 പേർക്കുള്ളതായി മാറി. പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലാണ് ബീവാത്തു ഇപ്പോൾ താമസിക്കുന്നത്. എല്ലാ മാസവും പള്ളി നൽകുന്ന സഹായധനവും സർക്കാരിന്റെ ക്ഷേമ പെൻഷനുമാണ് എലീമയുടെ ജീവിതമാർഗം. നിറഞ്ഞ മനസ്സോടെ നിറഞ്ഞ ചിരിയോടെ എലീമ ജീരകക്കഞ്ഞിയൊരുക്കുകയാണ് നോമ്പിന്റെ പുണ്യത്തിന് സ്നേഹത്തിന്റെ രുചി പകരാൻ. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. വെണ്ടൂർ ലിഷർ ലാൻഡ് ഹെൽത്ത് ക്ലബ് ഗോൾഡൻ ഏജ് കെയർ വയോജന കൂട്ടായ്മയുടെ 1ാം വാർഷികം ആഘോഷിച്ചു. അലഗപ്പ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഫാദർ ലാസർ താണിക്കൽ അധ്യക്ഷത വഹിച്ചു. നെപ്പോ ചിറമേൽ, സെക്രട്ടറി ജോസ് വല്ലപ്പാടി, ഫാദർ ജോസഫ് ബ്രഹ്മകുളം, വാടങ്കം സോജിയ പിന്റോ, ബൈജു ഇമാനുവൽ, മിനി ആന്റോ എന്നിവർ സംസാരിച്ചു. റാഫി ജോസ് അസോസിയേഷൻ ഒരുക്കുന്ന റാഫി ജോസ് മ്യൂസിക് നൈറ്റ് ശനിയാഴ്ച വൈകുന്നേരം 5-ന് തൃശൂർ റീജിയണൽ തിയേറ്ററിൽ അരങ്ങേറുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ സംഗീത സംവിധായകൻ വിദ്യാധരൻ, നടൻ TG രവി എന്നിവർ മുഖ്യാതിഥികളാകും. പ്രസിഡന്റ് അജിത് P. കുമാർ, സെക്രട്ടറി PM ഷെരീഫ്, ട്രഷറർ K. വിജയരാഘവൻ, സുവൃത് കുമാർ, ഫ്രാങ്കോ, ലൂയിസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി ആഘോഷത്തിന്റെ ഭാഗമായി തറപ്പാട്ടം പിരിക്കുന്നതിനായുള്ള ലേലം വിളി നടന്നു. ലോകമല്ലേശ്വരം സ്വദേശി വലിയ പറമ്പിൽ വിനയന്റെ പേരിൽ 11 ലക്ഷം രൂപയ്ക്കാണ് ലേലം ഉറപ്പിച്ചത്. 30 പേർ ലേലത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ വർഷം 10,52,500 രൂപയായിരുന്നു ലേലത്തുക.
കൊടകര സഹൃദയ കോളേജിൽ ത്രിദിന ദേശീയ സെമിനാറിന് തുടക്കമായി. കാലടി സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ കെ ഗീതകുമാരി ഉദ്ഘാടനം ചെയ്തു. കോളേജ് മാനേജർ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ, പ്രൊഫസർ അമ്പാട്ട് വിജയകുമാർ, ഫാദർ ജോജി കല്ലിങ്ങൽ, ഡോക്ടർ KL ജോയ് എന്നിവർ സംബന്ധിച്ചു. പഴഞ്ഞി അരുവായി ശ്രീ ചിറവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ വേല മഹോത്സവം ഈ മാസം 27, 28 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മേള കലാരത്നം വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ പ്രമാണത്തിൽ 100-ലധികം വാദ്യകലാകാരന്മാർ അണിനിരക്കുന്ന നടപ്പുര പഞ്ചാരി മേളത്തോടെ ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളും. പട്ടാമ്പി മണികണ്ഠൻ ഭഗവതിയുടെ തിടമ്പേറ്റും. വൈകുന്നേരം 5:45 പാടത്ത് കൂട്ടി എഴുന്നള്ളിപ്പ് നടക്കും. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് KG ഗിരീഷ്, സെക്രട്ടറി PK രാധാകൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി EV അനിൽകുമാർ, ഭരണസമിതി അംഗം PK രവി എന്നിവർ പങ്കെടുത്തു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,840 രൂപ, പവന് 1,18,720 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ് മൂലം യുവാവിന് കാഴ്ചശക്തി നഷ്ടപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തം. ഉത്തരവാദികളായ ഡോക്ടർമാർക്കെതിരെ കേസെടുക്കണമെന്ന് കുടുംബം. കോൺഗ്രസ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഓഫീസ് ഉപരോധിച്ചു. കണ്ണുകൾ നഷ്ടപ്പെട്ട സനൂപിന് AI സംവിധാനത്തിലുള്ള സ്മാർട്ട് കണ്ണട നൽകുന്നതിനുള്ള സാധ്യത തേടുമെന്ന് മുൻ MLA അനിലക്കര. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാർ നടത്തുന്ന സമരം 10ാം ദിവസം തുടരുന്നു. സമരം ചെയ്യുന്ന ഡോക്ടർമാരുമായി സർക്കാർ നാളെ വീണ്ടും ചർച്ച നടത്തും. അപ്രതീക്ഷിതമായി വെള്ളം കൂടിയതിനെ തുടർന്ന് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് താഴെ വിനോദസഞ്ചാരികൾ കുടുങ്ങി. ഉത്തരേന്ത്യക്കാരായ 15ഓളം വിനോദസഞ്ചാരികളെ വനസംരക്ഷണ സമിതി പ്രവർത്തകർ രക്ഷപ്പെടുത്തി. കോടാലിയിൽ ഭക്ഷണശാലയിൽ തീപിടുത്തം. പാചകവാതക സിലിണ്ടറിന് തീപിടിക്കാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് നടത്തിപ്പുകാർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.